പത്തനംതിട്ട വടശ്ശേരിക്കര പേഴുംപാറയിൽ അജ്ഞാതർ വീടിന് തീയിട്ടു. 17 ഏക്കർ കോളനിയിലെ ടി പൊന്നമ്മയുടെ വീടിനാണ് അക്രമികൾ തീവച്ചത്. വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്ക് കത്തി നശിച്ചു. സംഭവ സമയം വീട്ടിൽ ആളില്ലാതിരുന്നുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ പട്ടിയുടെ പൊരി അങ്ങ് നിന്ന് ഒരു വെളിച്ചം റൂമിലേക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ തീ ആളി കത്തുന്നത് കണ്ടു. അപ്പോൾ അവിടെ ഇരുന്ന ബൈക്ക് കത്തി തീ അങ്ങ് ആളി പടരുകയായിരുന്നു. പിന്നെ ഉടനെ എല്ലാവരും കൂടെ കൂടി തീ വെള്ളമൊഴിച്ച് കെടുത്തുകയും പിന്നെ ഫയർഫോഴ്സ് തീ കെടാതെ പിന്നെയും തീ പുകയെന്ന് കണ്ടുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് രാത്രി തന്നെ ഉടനെ ഫയർഫോഴ്സുകാർ വന്നു, വെള്ളമെല്ലാം ഒഴിച്ച് തീ കെടുത്തി. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്രീജിത്ത്, എന്താണ് നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്രീജിത്ത്, SKM അവിചാരിതമായ സംഭവം എന്ന് നമുക്കിതിനെ പറയാൻ കഴിയില്ല. തീർത്തും കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രിതമെന്ന് നിസ്സംശയം നമുക്ക് പറയാം. അങ്ങനെ തന്നെയാണ് പോലീസും സംശയിക്കുന്നത്. പക്ഷേ പുറമേ നിന്നുള്ള ഒരു വ്യക്തി എങ്ങനെയാണ്, ഇതൊരു ജനനിബിഡമായ മേഖല തന്നെയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു തീയിടൽ സംഭവം നടത്തുക എന്ന ഒരു സംശയം പോലീസിനുണ്ട്. അതായത് ഇതിനകത്തെ വല്ലവർക്കും ഇതിൽ പങ്കുണ്ടോ എന്നാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സംഭവ സമയത്ത് പൊന്നമ്മ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിളിക്കുന്നത്. ഉടൻ തന്നെ തീ അണച്ചു. ഒരു മുറി പൂർണ്ണമായി കത്തിനശിച്ചിട്ടുണ്ട്, ബൈക്ക് കത്തിനശിച്ചിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ ചെറുതല്ല. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലടക്കം നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതി ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരാണ് ടെലിഫോൺ ലൈനിൽ പത്തനംതിട്ടയിൽ നിന്നും ചേർന്നത്.